അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ യാത്ര മൂകാംബിക ട്രിപ്പ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഇവിടെ ഇവർ നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ചമായിരുന്നു തന്നെ. അത് ശരിക്കും അന്വർത്ഥമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് 2 പ്രാവശ്യം പോയിട്ട് 3ാമത്തെ പ്രാവശ്യം പോകുന്നത്. അത് ആദ്യമായിട്ടാണ് ഇത്രയും എന്താ പറയുക വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ. അതുപോലെ തന്നെ ഒരു അടികളുടെ നേതൃത്വത്തിൽ നമുക്ക് കുറേ ക്രിയകൾ സേവാ പൂജ കാര്യങ്ങളിൽ വളരെ വിശദമായിട്ട് അവരുടെ കീഴിൽ നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ നന്നായിട്ടുണ്ട്. മനോജ് നന്നായി ഡീൽ ചെയ്തു. നമുക്കറിയാം നമ്മൾ ഈ ട്രിപ്പിൽ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, ഞാൻ കണക്കുള്ള ആൾക്കാർ എല്ലാം ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഏകോപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ട്രിപ്പ് കൊണ്ടുവന്നാൽ റിസ്ക് ഉണ്ട് സ്വാഭാവികമായിട്ടും. അത് വളരെ ഞങ്ങളെന്തായാലും എൻ്റെ അടുത്ത് നിൽക്കുന്ന മനോജ്, അതുപോലെ തന്നെ പേര് ഓർമ്മയില്ല, അവരൊക്കെ ലാസ്റ്റിൽ വന്ന ആളപ്പോൾ ഇയാളെപ്പോഴും ലാസ്റ്റിൽ വരുന്ന ഉള്ളി ഭാര്യയാണ്, അതിൻ്റെ വലിയ മൂപ്പരുണ്ടാവും. അപ്പോൾ അത് വളരെ കെയർ ആയിരുന്നു. അതൊക്കെ നിങ്ങൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. അത് കോർഡിനേഷൻ അതുപോലെ കോപ്പറേഷനൊക്കെ വളരെ നന്നായി സഹകരിച്ച എല്ലാവരും അതൊക്കെ നല്ല കാര്യമാണ്. വളരെ നന്നായി. അതിൽ ഉണ്ണിയുടെ ഭാര്യ ചിലപ്പോഴും കെയർ ചെയ്യുന്നതാണ്. നടക്കാൻ കുറച്ച് സ്ലോ ആണ്. പക്ഷെ ഇതിലൊക്കെ പലർക്കും പലതര വീക്ക്നെസ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പോകുമ്പോഴാണ് ആ യാത്ര ശരിക്കും ഫലപ്രദമാവുന്നത്. അത് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഒരാളെ വെയിറ്റ് ചെയ്യുക, മറ്റാൾ വന്നില്ലല്ലോ, അവർക്ക് വഴി പറ്റും. ഒരു നാരായണേട്ടല്ലേ അവിടെ അല്ല ബാക്കിലിരിക്കുന്ന കുളക്കുത്തുന്നല്ല മനുഷ്യൻ പ്രായമുള്ളതാണ് നമ്മളെ കണ്ടിക്കൊണ്ടൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ കെയർ ചെയ്യാനുള്ള ഒരു മനസ്സാക്ഷി നമുക്ക് ഉണ്ടാവുമെന്നാണ് തന്നെ ഈ ടൂറിൻ്റെ എഫക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. തീർച്ചയായും സഹവർത്തിത്വം അല്ലെങ്കിൽ നമ്മളെ കോഓപ്പറേഷൻ, ആ കോർഡിനൊക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. മനോജ് എസ്പെഷ്യലി നിങ്ങളൊക്കെ വളരെ എന്താ പറയുക, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം. കുറേ വാക്കുകളില്ല, വളരെ നല്ല കാര്യങ്ങൾ. ഒരു നെഗറ്റീവ് പോലും ഞാൻ ആ കാര്യത്തിൽ പറയുന്നില്ല. നമ്മൾ ഇതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലുള്ള പല ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ചില ടൈമൊക്കെ 5-10 മിനിറ്റൊക്കെ അങ്ങോട്ട് പോകുന്നുള്ളൂ. അതൊക്കെ നമ്മൾ സഹിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും എല്ലാവരും വന്ന ഒരാൾ മിസ്സിംഗ് ഇല്ല, ഒരാൾക്ക് വലിയൊരു ബുദ്ധിമുട്ട്, ഒരു ലേറ്റ് ആരും വന്നിട്ടില്ല, വൈകിട്ടൊന്നുമില്ല. വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു ട്രിപ്പായി, നല്ലൊരു അനുഭവം.